കാസർഗോഡ് +1 വിദ്യാർത്ഥിക്ക് നേരെ സീനിയേഴ്സിന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. റാഗിങ്ങിനിരയായത് ചിത്താരി ഇമായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക്. വിദ്യാഭ്യാസവും തൊഴിലും തേടി യുവാക്കൾ രാജ്യം വിടുന്നത് സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. യുവാക്കളുടെ മനോഭാവം കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്യു കുഴൽനാടൻ MLA. ശമ്പള സ്കെയിലിൽ കേരളം പിന്നിൽ നിന്നും വിമർശനം. നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അവർക്ക് പ്രതീക്ഷയില്ല സാർ. അവര് ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ അത്ഭുതം. കാരണം വിദ്യാർത്ഥി കുടിയേറ്റം ആഗോള പ്രതിഭാസമെന്ന് മന്ത്രി ആർ ബിന്ദു. വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുക എന്നുള്ളത് ഗ്ലോബലൈസേഷന്റെ കാലത്ത് തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല, തടഞ്ഞു നിർത്തേണ്ട കാര്യവുമില്ല. കാത്തിരിപ്പിനൊടുവിൽ ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖം തൊട്ടു. സാൻ ഫെർണാണ്ടോയ്ക്ക് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരണം. ട്രയൽ റൺ ഉദ്ഘാടനവും ഔദ്യോഗിക സ്വീകരണവും നാളെ. സോഷ്യൽ മീഡിയയിൽ വിമർശിച്ച പാർട്ടി അനുഭാവിക്ക് CPM നേതാവിന്റെ ഭീഷണി. ബാലകൃഷ്ണൻ എന്നയാളെ അസഭ്യം പറഞ്ഞത് കുന്ദമംഗലം ഏരിയ സെക്രട്ടറി പി ഷൈബു. പോസ്റ്റ് പിൻവലിച്ചില്ലെങ്കിൽ അവിടെ വന്ന് അടിക്കുമെന്നും ഭീഷണി. സംസ്ഥാനത്ത് കോളറ വ്യാപനത്തിൽ ജാഗ്രത. ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യ വിഭാഗം. നെയ്യാറ്റിൻകര കാരുണ്യ ഹെയർ ഹോമിലെ 9 പേർക്ക് കൂടി രോഗലക്ഷണം. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. നീറ്റ് UG പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കും. വ്യാപക ക്രമക്കേട് ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്രം. പരീക്ഷ റദ്ദാക്കേണ്ട സാഹചര്യമില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. യൂറോ ഫൈനലിൽ ഇംഗ്ലണ്ട് സ്പെയിൻ പോരാട്ടം. സെമിയിൽ ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ തോൽപ്പിച്ചു. കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് എതിരാളി കൊളംബിയ. ഉറുഗ്വയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത ഒരു ഗോളിന്.